ഹലോ, വെൽക്കം ടു റോസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാനില കേക്കാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാനില കേക്ക്. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം മൈദയുണ്ട്. അതിനകത്തേക്ക് ഇടാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുണ്ട്. 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉണ്ണി മാറ്റി എഗ് വൈറ്റും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വാനില എസൻസ് വേണം, 100 ഗ്രാം ബട്ടർ വേണം, 1 ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ കേക്കിൻ്റെ ടിന്നൊക്കെ ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഈ എഗ്ഗ് വൈറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്ത് മാറ്റാം. എഗ്ഗ് വൈറ്റ് ഇത്രയും ബീറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമ്മൾക്ക് ഉണ്ണിയും ബട്ടറും എല്ലാം കൂടെ എടുക്കാം. നമുക്ക് ഈ ബൗളെടുത്തിട്ട് ഈ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലായ ബട്ടറാണ്. ഈ ബട്ടർ ഇങ്ങനെ അടിച്ചതിലേക്ക് 100 ഗ്രാം പൗഡർ ഫോമിലുള്ള 100 ഗ്രാം ഷുഗർ എടുത്തിട്ട് അത് ഞാൻ പൊടിച്ചെടുത്താണ്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അടിച്ചു. ഇനി ഇതിലേക്ക് എഗ്ഗിൻ്റെ യോക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ച പൊടിയിലേക്ക് ഈ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് മുട്ടയുടെ ബാറ്ററിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ആദ്യം ഹാഫ് ചേർത്തൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്യാം. 2 or 3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ പൊടി പറന്ന് പോകാതിരിക്കാൻ ആദ്യം ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പൊടി മൊത്തം അങ്ങ് പറന്ന് പോകും. ഇനി ഞാൻ ബാക്കി പൊടിയും കൂടി ഇടുവാണ്. ഇതും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പാലൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് മുട്ടയുടെ വെള്ളം പതച്ച് വെച്ചിരിക്കുന്നത് ഇച്ചിരിച്ച വീതം ചേർത്ത് നമുക്കിത്
നല്ലപോലെ ഒന്ന് ഇങ്ങനെ സ്പാച്ചില കൊണ്ട് മാത്രം മതി. ഇനി ബീറ്ററൊന്നും വേണ്ട. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അടുത്തതും കൂടെ മുഴുവനും ചേർത്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നല്ല പ്ലഫി ആയിട്ടുള്ളൊരു ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. ഇത് നമ്മൾക്ക് ഈ പാത്രത്തിലേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇതിപ്പം ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് അങ്ങനെ സ്പൂൺ കൊണ്ടോ ഒന്നും നിരത്തേണ്ട കാര്യമൊന്നുമില്ല. ഇത് തന്നെ അങ്ങ് പരന്ന് ശരിയായി വന്നോളും. നേരെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. തന്നെ സ്പ്രെഡായിക്കോളും. ചെറുതായിട്ട് വേണമെങ്കിൽ ഇനി നമ്മൾക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുവാണ്. ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കാൻ പോവാണ്. ഇതൊരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്യുമ്പോൾ ആയിക്കോളും. അത് കഴിഞ്ഞ് ഇനി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് 25 മിനിറ്റ് കറക്റ്റ് ആയപ്പോഴത്തേക്കിനും നല്ലപോലെ ആയിട്ടുണ്ട്. ഇതിങ്ങനെ വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് കേക്ക് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ തിരിച്ചതുപോലെ തന്നെ പൊങ്ങി വരും. അതാണ് കറക്റ്റ് കേക്കിൻ്റെ പാകം. നമ്മൾ നല്ലപോലെ ഞെക്കി കൊടുക്കുന്നു, അതേപോലെ പൊങ്ങി വരും. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇതിപ്പം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ക്യൂവർ അല്ലെങ്കിൽ ഒരു ഈർക്കിൽ ഇങ്ങനെ നല്ല ക്ലീനാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തേച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അത് പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് വെന്തു. നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായ നല്ല ടേസ്റ്റിയായ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾക്ക് അതിൽ നിന്ന് തണുത്ത് കഴിയുമ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തൊക്കെ ഉപയോഗിക്കാം. ചൂടോടെ കഴിക്കേണ്ടവർക്ക് ചൂടോടെ കഴിക്കാം. തണുത്ത് കഴിഞ്ഞ് കഴിക്കേണ്ടവർക്ക് തണുത്ത് കഴിക്കാം. അപ്പോൾ എൻ്റെ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുകയാണ്. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പം ഞാൻ ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റി ഡിമോൾഡ് ചെയ്തെടുത്തു. ഇത് ഇപ്പോൾ കേട്ടോ ഇത്രയും സോഫ്റ്റാണ്. നമ്മൾ എത്ര ഇങ്ങനെ ഞെക്കി കൊടുത്താലും അത് തിരിച്ചതുപോലെ വരും. അത്രയ്ക്ക് സോഫ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. Thank you for watching.